SIR-മായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ BLOയ്ക്ക് പിഴവ് സംഭവിച്ചു. ഇതോടെ 500ഓളം പേർ ഹിയറിംഗിന് പോകേണ്ട സാഹചര്യത്തിലാണ്. കോഴിക്കോട് കുറ്റ്യാടി പഞ്ചായത്തിലെ 106 ബൂത്തിലാണ് ഗുരുതര വീഴ്ചയുണ്ടായത്. സംഭവത്തിൽ BLOയ്ക്കെതിരെ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ജനപ്രതിനിധികൾ. SIR-ന്റെ പൂരിപ്പിച്ച ഫോം BLO ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതിലാണ് പിഴവ് സംഭവിച്ചത്. 2002-ൽ വോട്ടുണ്ടായിരുന്നവരുടെ ബന്ധുക്കളുടെ രേഖകൾ തെറ്റായ രീതിയിൽ BLO ആപ്പിൽ അപ്ലോഡ് ചെയ്തു. ഇതോടെ ഇത്രയും ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായി. കുറ്റ്യാടി പഞ്ചായത്തിലെ 106 ബൂത്തിലെ BLOയുടെ ഈ അശ്രദ്ധ സൃഷ്ടിച്ചത് ഗുരുതര പ്രതിസന്ധിയാണ്. 500ഓളം പേരാണ് പട്ടികയിലില്ലാത്തത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഹിയറിംഗിനായി ആളുകൾക്ക് തിരിച്ചുവരേണ്ട സാഹചര്യമാണ്. 2002-ൽ വോട്ടില്ലാതിരുന്ന എന്നാൽ അവരുടെ മാതാപിതാക്കൾക്ക് വോട്ടുണ്ടായിരുന്ന ഇവിടുത്തെ വോട്ടർമാർ വളരെ കൃത്യമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും BLO വരുത്തിയ ഒരു വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ അധികാരികൾ വരുത്തിയ ഒരു വീഴ്ചയ്ക്ക് അവരെ ഹിയറിംഗിന് വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തനിക്ക് പിഴവ് സംഭവിച്ചതായി BLO സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അധികൃതരുമായി സംസാരിച്ചുവെന്നും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് രേഖകൾ വീണ്ടും പരിശോധിച്ച് ഹിയറിംഗ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുമാണ് BLOയുടെ വാദം. അതേസമയം വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും ഹിയറിംഗ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് UDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്. വിവരങ്ങൾ നൽകാനായിട്ട് അനീസ് അലി ചേരുന്നുണ്ട് തത്സമയം. അനീസ് അലി, BLOയുടെ ഒരു പിഴവാണ് ഇപ്പോൾ 500-ലധികം ആളുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇനി അത് അങ്ങനെ പരിഹരിക്കാൻ കഴിയും? ജിൽസി, തീർച്ചയായും കുറ്റ്യാടി പഞ്ചായത്തിലെ 5-ാം നമ്പർ വാർഡിലാണ് ഈ പ്രശ്നമുള്ളത്. വലിയ ആശങ്കയിലാണ്. 500ഓളം പേർ ഈ SIR-ന് പുറത്താവുന്ന ഗുരുതര സാഹചര്യമാണുള്ളത്. 900ഓളം പേരാണ് ഈ ഒരു വാർഡിലെ കാര്യമാണ് ഈ പറയുന്നത്. 5-ാം നമ്പർ വാർഡിലെ ഒരു ബൂത്തിൽ 106-ാം നമ്പർ ബൂത്തിൽ 900ഓളം വോട്ടുകളുണ്ട്. അതിൽ 500 ആളുകൾ, അതായത് പകുതിയിലധികം ആളുകൾ പുറത്തു പോയിരിക്കുന്നു. അത് ഇവരുടെ ഒരു തെറ്റും കൊണ്ടല്ല, BLOക്ക് വന്ന ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ചെറിയ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പിഴവിന് ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുക എന്നത് മാത്രമല്ല, ഇത് ഒരുപക്ഷെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പോലും വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടി ഒരു മാർക്കറ്റിൽ ഈ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടെ ആളുകൾ വളരെ ആശങ്കയിലാണുള്ളത്. കാരണം ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഇതിന്റെ മുമ്പ് വന്നിട്ടില്ല. കാരണം ഇതിന്റെ ഈ SIR വരുന്നതിന്റെ മുമ്പ് തന്നെ ഇത് പൗരത്വത്തിൽ നിന്ന് പുറത്തേക്ക് ആക്കുവാനുള്ള ഒരു നീക്കാണ് എന്നുള്ള പ്രചരണം നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇത്രയും ആളുകൾ, അതായത് ഒരു ബൂത്തിലുള്ള പകുതിയിലധികം ആളുകൾ ഇതിന്ന് പുറത്തായിരിക്കുകയാണ്. ഇതിന്റെ പിറകിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളവരെ ജനസംസാരമുണ്ട്. കാരണം 400 ചില്ലാനം വോട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം. അപ്പോൾ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബൂത്ത്. അവിടുന്ന് ആ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടാണ് ഇപ്പോൾ ഇതിന്ന് പുറത്തായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് പൗരത്വത്തിൽ നിന്ന് ഭാവിയിൽ ഇന്ന് മാത്രമല്ല, ഇതിപ്പോൾ 2002-ൽ വോട്ട് ചെയ്ത് എന്ന് പറയുന്നത് പോലെ അന്ന് പൗരത്വ രേഖയിൽ ആദ്യം വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ട് പൗരത്വം ഇല്ലാതാക്കാനുള്ള മറ്റെന്തെങ്കിലും നീക്കാണെന്നോ ഇങ്ങനെയുള്ള പലവിധത്തിലുള്ള ആശങ്കകൾ. ജിൽസി, വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. 500ഓളം ആളുകൾ ഇതിൽ നിന്ന് പുറത്തായെന്ന് മാത്രമല്ല, കുറ്റ്യാടി ഈ പ്രദേശം എന്ന് പറയുന്നത് പല ആളുകളും ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണ്. അതുപോലെ പഠിക്കാൻ വേണ്ടി പുറത്തുപോയ ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഹിയറിംഗിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇതിലെ ഗുരുതര സാഹചര്യം എന്ന് പറയുന്നത്, ഇത് കണ്ടെത്തിയത്, ഈ ഒരു പിഴവ് കണ്ടെത്തിയത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആളുകൾക്ക് നോട്ടീസ് ലഭിക്കുമ്പോൾ ആ ആളുകളാണ് ഇത് തിരിച്ചറിയുന്നത്. ഇങ്ങനെ വലിയ തോതിൽ 500ഓളം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 6-7 ആളുകളൊക്കെ പുറത്തായ സാഹചര്യമുണ്ട്. സുബൈർ, എന്താണ് ഇവിടുത്തെ ഒരു? ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിനെ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൂത്തിലെ ഏകദേശം പകുതിയിലധികം ആളുകൾ SIR-ൽ നിന്ന് പുറത്താകുകയാണ്. അവർ ഇതിന്റെ ഹിയറിംഗ് നോട്ടീസ് വന്നിരിക്കുകയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ആളുകളൊക്കെ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ പഠിക്കാൻ പോയിട്ടുണ്ട്, വിദേശങ്ങളിലുണ്ട്. അവരൊക്കെ SIR ഫോം വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഫോം ഫില്ല് ചെയ്ത്, ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. ആർക്കും ഒരു തെറ്റു പറ്റാത്ത രീതിയിൽ ചെയ്തിട്ട് പോലും ഈ 470ഓളം ആളുകളെ ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റ് വരുത്തിയത് അതോറിറ്റിയാണ്. അവർ
ഉണ്ടാക്കിയ ഈ തെറ്റിന് പരിഹാരം അവർ തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആരുടെയെങ്കിലും പിഴവ്, അതായത് ഈ BLO തന്നെ പറയുന്നത് തനിക്ക് സംഭവിച്ചൊരു പിഴവാണ്, ഒരു അശ്രദ്ധയാണ്, ഒരു പിഴവാണ് എന്ന്. അതായത് ഈ പൂരിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ കൃത്യമായി വലിയ അതിൽ വൈദഗ്ധ്യമുള്ള ആളുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ തരത്തിൽ തന്നെ പൂരിപ്പിച്ചതാണ്, അതിലെന്തെങ്കിലും ഒരു പിഴവുണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും തങ്ങൾ ഇങ്ങനെ പുറത്തായി എന്നത് ഇതിപ്പോ പുറത്തു വന്നൊരു കേസാണ്. SIR-ൽ ഇതുപോലെ ഒരാൾക്കുണ്ടാകുന്ന ഒരു അശ്രദ്ധ ഇത്രയും വലിയ തരത്തിൽ ആളുകളെ ബാധിക്കും. തീർച്ചയായിട്ടും അനീസ് അലി, അത് നാട്ടുകാർക്കുണ്ടായ ജനങ്ങൾക്കുണ്ടായ അശ്രദ്ധയല്ല, BLO-യ്ക്കുണ്ടായ അശ്രദ്ധ മൂലമാണ് ഇത്രയും ആളുകൾ അതിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അതിൽ തന്നെയാണ് അവർ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നതും. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.